ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? അങ്ങനെ ആ ഒരു ദിവസത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. കുറച്ചധികം പേർ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വരവ്. തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മൾ ആ 3 സമ്മാനാർഹരെ തിരഞ്ഞെടുക്കുകയാണ്. 2 ഷോർട്ട് വീഡിയോയും 1 ലോങ് വീഡിയോയുമാണ് നമ്മുടെ മത്സരത്തിൽ ഉണ്ടായിരുന്നത്. ഈ 3 വീഡിയോസിലെയും ഇതിൽ കമൻ്റ് ഇട്ട സമ്മാനാർഹരെ നമ്മൾ ഈ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ. പക്ഷേ എന്നിരുന്നാലും കുറച്ചധികം സമയം ഞാൻ എടുക്കുകയുണ്ടായി ഈ ഒരു മുഹൂർത്തത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. ഒരു സെയിൽ വീഡിയോ പോലെ പെട്ടെന്ന് വന്ന് ചെടികളെല്ലാം കാണിച്ച്, അതിൻ്റെ പൂക്കൾ കാണിച്ച്, അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും വിലയും പറഞ്ഞിട്ട് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ അല്ലല്ലോ ഇത്. കുറച്ചധികം ഇതിന് സമയം വേണ്ടിവരും എന്നുള്ളതുകൊണ്ട് ഞാനതൊരു ശനിയാഴ്ച രാത്രിയിലത്തേക്ക് മാറ്റി വച്ചിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം സ്കൂളിൽ പോകാനായിട്ട് എഴുന്നേൽക്കണ്ട, ഞാനല്ല സ്കൂളിൽ പോകുന്നത്, എൻ്റെ മക്കളാണ്. അപ്പോൾ ഞായറാഴ്ച സ്കൂളില്ല, അപ്പോൾ അത് ശനിയാഴ്ചത്തേക്ക് മാറ്റി വെച്ചത് അതുകൊണ്ടാണ്. അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അവിടെ പോയി പൂക്കളെല്ലാം കണ്ടു, ചെടികളെല്ലാം കണ്ടു, തിരിച്ചു വന്നു. വീണ്ടും ആഴ്ചകളിങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് നമ്മുടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഈ വിജയികളെ തിരഞ്ഞെടുക്കുന്നത് ഒരു കമൻറ്റ് പിക്കർ വെച്ചിട്ടാണ്. അതായത് ഒരു കമൻറ്റ് പിക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനിലിട്ടാണ്. സാധാരണയായി നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇതും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കർത്തവ്യത്തിലേക്ക് കടന്നാലോ? അപ്പോൾ ആദ്യത്തെ മത്സര ഷോർട്ട് വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇതിൽ കാണിച്ചിരിക്കുന്ന 4 നാടൻ റോസുകളുടെ പേര് ഇതിൽ കാണിച്ചിരിക്കുന്ന അതേ ക്രമത്തിൽ, ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അതേ ക്രമത്തിൽ പറയുക എന്നുള്ളതായിരുന്നു നമ്മുടെ മത്സരം. ഒരുപാട് പേർ അതിന് കമൻ്റ് ഇട്ടിട്ടുണ്ട്, ഒരുപാട് പേർ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. ഒരുപാട് കമൻറ്റുകൾ ഇതിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന നാടൻ ചെടികളുടെ പേര് ഏകദേശം എല്ലാവർക്കും തന്നെ ഊഹിച്ച് എഴുതാൻ പറ്റുന്ന സംഗതി തന്നെയായിരുന്നു. ഒരുപാട് പേർ അതുകൊണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ തെറ്റായിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ, ഈ 3 വീഡിയോയുടെയും കമൻറ്റ് പിക്കറിലിടുന്ന സമയത്ത് ഇതിൻ്റെ കമൻറ്റ്സ് ഒന്നും തന്നെ ഡിലീറ്റ് ചെയ്യുന്നില്ല. ഡിലീറ്റ് ചെയ്യാതെ തെറ്റും ശരിയും എല്ലാം ഒന്നിച്ച് തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. ആദ്യത്തെ റോസ് പീച്ചാണ്. രണ്ടാമത്തേത് ബോണിക്ക 82 എന്ന റോസ് പ്ലാന്റാണ്. അടുത്തത് നമ്മുടെ മണമുള്ള ബ്രിട്ടീഷ് ക്യൂൻ റോസാണ്. ഇത് കരിഷ്മ റോസാണ്. അതായത് 4ാമത്തെ നാടൻ റോസാണ് കരിഷ്മ റോസ്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ആ ഒരു സംഗതിയിലേക്ക് കിടക്കുകയാണ്. ഈ വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്യുക എന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് നേരെ യൂട്യൂബ് കമൻറ്റ് പിക്കർ എന്നുള്ള ആപ്ലിക്കേഷനിലേക്ക് കടക്കാം. ഈ ആപ്ലിക്കേഷനിൽ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടടുത്തത് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് താഴേക്ക് പോകാം.
ആകെ 58 കമൻറ്റുകളാണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്നും ഇവിടെ ലോഡായിട്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ കമൻറ്റുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും തന്നെ സോർട്ട് ഔട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാതെയാണ്. അപ്പോൾ തെറ്റ് കമൻറ്റുകൾക്കും ചിലപ്പോൾ ഇവിടെ നറുക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അത് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. ആക്ച്വലി നമ്മളിവിടെ ഒരു വിജയിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പക്ഷേ ഈ വിജയി ശരിക്കുള്ള വിജയിയല്ല. കാരണം ആ വിജയിയുടെ ആൻസർ ഇങ്ങനെയാണ്: നാടൻ റോസ്, ബോൺക്ക റോസ്, ബ്രിട്ടീഷ് ക്യൂൻ, യെല്ലോ ഓറഞ്ച് റോസ്. ഇങ്ങനെയാണ് അത് ടൈപ്പ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഉത്തരം ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ, സോർട്ട് ഔട്ട് ചെയ്യാതെയാണ് നമ്മളിതിൽ ആപ്ലിക്കേഷനിൽ കമൻറ്റ്സ് ഇട്ടത്. അപ്പോൾ നമുക്ക് ശരിക്കുള്ള സമ്മാന കിട്ടുന്ന ആളെ നമുക്ക് തിരഞ്ഞെടുക്കാം. വീണ്ടും നമുക്ക് അതേ പ്രോസസ്സിലൂടെ മുന്നോട്ട് പോകാം. അതിനു മുന്നേ ആരാണ് ആ ഒരു ഹതഭാഗ്യം ചെയ്ത ആളെന്ന് നമുക്ക് നോക്കാം. അതൊരു സനിക ജിനീഷ് 8433 എന്നൊരു ഐഡിയിൽ നിന്നുള്ള കമൻറ്റിനായിരുന്നു ആ ഒരു സമ്മാനം കിട്ടാതെ പോയ തിരഞ്ഞെടുപ്പ്. ഐ എം വെരി സോറി, എക്സ്ട്രീംലി സോറി. നമുക്ക് അടുത്ത തവണ നോക്കാം. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള റോസുകളായിരുന്നു. ബോണിക്ക റോസ് മാത്രമായിരിക്കണം കുറച്ചൊരു ടഫായിട്ട് പലർക്കും തോന്നിയിട്ടുണ്ടാവുക. പക്ഷേ ഒരുവിധപ്പെട്ട റോസിനെ ഇഷ്ടപ്പെടുന്ന ഒരുവിധപ്പെട്ട എല്ലാവർക്കും തന്നെ അറിയാവുന്ന കുറച്ച് ഐഡിയസ് ആയിരുന്നു നമ്മളതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്ന ഒരാളെ കൂടി തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. വീഡിയോ ലിങ്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് പോയിട്ട് ആ മത്സര വിജയി ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ തുടങ്ങുകയാണ്. ഇനി നമുക്ക് ശരിക്കുള്ള മത്സര വിജയി ആരാണെന്ന് കാണാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഷോർട്ട് വീഡിയോയുടെ വിജയി എത്തിയിരിക്കുകയാണ്. ഇത് പേര് വന്നിട്ട്
ധിജി സാജു 6670 എന്നുള്ള നമ്പറിൽ നിന്നാണ്. നാടൻ പീച്ച്, ബോണിക്ക 82, ബ്രിട്ടീഷ് ക്വീൻ, കരിഷ്മ റോസ് എല്ലാം നല്ല വ്യക്തമായിട്ടും ബോണിക്ക 82 എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കുള്ള ഡിസേർവിങ് ആയിട്ടുള്ള ആളെന്ന് എനിക്ക് മനസ്സിലായി. ആ ആളിനെ തന്നെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വഴി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ആളാരാണ് എനിക്കറിയില്ല. എനിക്കങ്ങനെ ഒരു പേര് കേട്ടിട്ട് ഒരു പരിചയവും തോന്നുന്നില്ല. ആരായിരുന്നാലും താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്ത ഷോർട്ട് വീഡിയോയിലേക്ക് വളരെ വേഗം തന്നെ പോകാം. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. നമുക്ക് 3 മത്സര വിജയികളെ തിരഞ്ഞെടുക്കാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. ഇതിൽ കാണിച്ചിരിക്കുന്നത് എത്ര ടൈപ്പ് റോസ് വെറൈറ്റീസാണ് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഒരുപാട് പേർ പങ്കെടുത്തിട്ടുള്ള, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മത്സരമായിരുന്നു ഇത്. മത്സരം കൊണ്ട് മാത്രമല്ല, ഇതിൽ കാണിച്ചിരിക്കുന്ന വെറൈറ്റികൾ, ഒരുപാട് വെറൈറ്റി പൂക്കൾ ഒരുമിച്ച് ഇങ്ങനെ കാണാൻ കഴിയുക. അപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു, ഇത്രയും വെറൈറ്റി പൂക്കൾ ഇതിൽ കാണിച്ചിട്ടില്ലാത്ത ഒരുപാട് ഉണ്ട്. അപ്പോൾ എത്രയോ വെറൈറ്റി പൂക്കളാണ് നമ്മളിപ്പോൾ നമ്മുടെ ചാനൽ വഴി സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് എനിക്ക് തന്നെ ഒരു അഭിമാനവും ഒരു അത്ഭുതവും ഒക്കെ തോന്നിപ്പോയി. അപ്പോൾ ഇത് കണ്ട എല്ലാ പേർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത്രയധികം വെറൈറ്റീസ് ഒന്നിച്ച് കാണാൻ കഴിയുക എന്നുള്ളത് അതൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. ഇനി നമുക്കതിൻ്റെ ചോദ്യം എത്ര വെറൈറ്റി ആയിരുന്നു എന്നാണ്. നമുക്കതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. (36, 37 and 38 വെറൈറ്റീസാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്ന റോസാപ്പൂക്കളുടെ എണ്ണം. അപ്പോൾ ഒരുപാട് പേർ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. ശരി ഉത്തരമല്ലാത്തതും കുറേയധികം വന്നിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കുത്തിയിരുന്ന് സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ച്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോസിൽ ഒന്നിലെയും തന്നെ കമൻസ് എല്ലാം അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് പിക്കറിലേക്ക് ഇടുകയാണ് ഉണ്ടായത്. അപ്പോൾ കിട്ടിയ ആ ഒരു റിസൾട്ട് ഞാൻ അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം, ആ ഒരു സ്പോട്ടിൽ തന്നെ ഞാൻ ആളെ കണ്ടുപിടിച്ചതാണെന്നുള്ള ഒരു എവിഡൻസ് കൂടിയാണ് നമ്മുടെ ആ ഒരു എല്ലാ കമൻസും ഇട്ടത്. അതുകൊണ്ടും കൂടെയാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. അത് നേരെ കമൻറ്റ് പിക്കറിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. കാര്യങ്ങളൊക്കെ വേഗമായിക്കോട്ടെ അല്ലേ. വളരെ കാര്യമായിട്ട് തന്നെ വീഡിയോ ലിങ്ക് എല്ലാം പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് പോകാം. അവിടെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് താണ്ടി അടുത്ത കമൻസ് ലോഡ് ചെയ്യാം. ഇതിനകത്ത് വന്നിരിക്കുന്നത് 136 കമൻസാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. 136 കമൻസും നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കാം.
ഇതിലും വളരെ രസകരമായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീനത്ത് ജമാലുദ്ദീൻ 9494 എന്ന ഐഡിക്കാണ് നമ്മളിവിടെ പ്രൈസ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് എനിക്കറിയാവുന്ന ആളാണ് സീനത്ത്. സീനത്ത് നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. എനിക്ക് വളരെ ഫെമിലിയറാണ്. കാരണം നമ്മുടെ എല്ലാ വീഡിയോയിലും കമൻ്റ് ഇടാറുള്ള ആളാണ്. വളരെ വിഷമമുണ്ട് പറയാൻ. ഈ വെറൈറ്റിയുടെ നമ്പർ എഴുതിയിരിക്കുന്നത് വളരെ തെറ്റാണ്. അതുകൊണ്ട് സീനത്തിന് ഈ സമ്മാനം തരാൻ നമുക്ക് നിർവാഹമില്ല. സീനത്ത് എഴുതിയിരിക്കുന്നത് 36 വെറൈറ്റീസ് എന്നാണ്. നമുക്കിനി അടുത്ത ശരിയായിട്ടുള്ള വിന്നറിലേക്ക് പോകാം. അങ്ങനെ ആ ഒരു വിജയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ എത്ര വെറൈറ്റി റോസ് ഫ്ലവേഴ്സ് ഉണ്ട് എന്ന ഷോർട്ട് വീഡിയോയുടെ സമ്മാനാർഹൻ അല്ലെങ്കിൽ സമ്മാനാർഹ എനിക്ക് അത്ര പരിചിതമല്ലാത്തൊരു പേരാണ്. അഭിനവ് പി 9874 എന്ന ഐഡിക്കാണ് നമുക്കിവിടെ പ്രൈസ് കൊടുക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 38 ടൈപ്പ് റോസസ് എന്ന് വളരെ വ്യക്തമായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്. ആൻഡ് നമുക്ക് ഒരുപാട് സമയമില്ല അടുത്ത അതിലേക്ക് പോകുന്നതിന് മുമ്പ് അഭിനവ് ആരായിരുന്നാലും താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ അത് തന്നെ. ഇനിയിപ്പോൾ എനിക്കത്ര പരിചയമില്ലാത്ത പേരാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷേ സീനത്ത് നമ്മുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമുക്ക് അടുത്ത നമ്മുടെ മെയിനായിട്ടുള്ള കമൻ്റ് ഇടൂ സമ്മാനം നേടൂ എന്ന ആ ഒരു വീഡിയോയിലേക്ക് പോവുകയാണ് നമ്മൾ. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ശരിക്കും കമൻ്റ് ഇടൂ സമ്മാനം നേടൂ എന്ന് പറഞ്ഞിട്ട് മെയിനായിട്ട് ഇട്ടിരുന്നത്. അപ്പോൾ ഇതും നമുക്ക് ഇതിലെയും വിന്നേഴ്സിനെ നോക്കാം. പക്ഷേ ഇതിലെ കമൻസൊക്കെ ഭയങ്കര വായിച്ചാൽ കണ്ണ് നിറഞ്ഞു പോകുന്ന തരത്തിലുള്ള കമൻസൊക്കെ ഒരുപാട് പേര് എനിക്കിതിലിട്ടിട്ടുണ്ട്. എല്ലാ പേർക്കും സമ്മാനം കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാ പേർക്കും എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ എൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ ഓരോ ഗിഫ്റ്റ് പ്ലാൻസൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ വീഡിയോയിൽ പലരും ഞാൻ പറഞ്ഞ വാക്കുകൾ പോലും പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ എത്തിക്സ് കാര്യങ്ങൾ ഇതെല്ലാം തന്നെ പലരും മനസ്സിൽ വെച്ചിരിക്കുന്നു. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ഈ വീഡിയോയിലെ കമൻസ് എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ്. എല്ലാ പേരും കൂടി എനിക്ക് വലിയൊരു ഗിഫ്റ്റ് തന്നതുപോലെയാണ് എനിക്ക് ഈ വീഡിയോയിൽ താഴെ വന്നിരിക്കുന്ന കമൻസ്. ഒരുപാട് നന്ദി. ഒരുപാട് നല്ല വാക്കുകൾക്കും ഒരുപാട് മനസ്സിന് സന്തോഷവും മുന്നോട്ട് പോകാൻ എനർജിയും തന്ന ഒരുപാട് നല്ല വാക്കുകൾ ഇന്നലെ വന്നവരും മുന്നേ കൂടെ ഉണ്ടായിരുന്നവരും വഴിമധ്യത്തിൽ വന്നു ചേർന്നവരും അങ്ങനെ പലരും അങ്ങനെ തന്നെ മറുപടി ഇട്ടു. ഞാൻ ഈ വഴിമധ്യേ തന്നെ വന്നു ചേർന്നയാളാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉണ്ടായ സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി കൂടി ഞാൻ ഈ വീഡിയോയുടെ ഈ ഒരു കുറച്ച് സമയം ഉപയോഗിക്കുകയാണ്. ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടിയും ഒക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി ഇനിയും നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കമൻ്റ് ഇട്ട എല്ലാ പേർക്കും ഒരുപാട് നന്ദി. നമുക്കിനി നമ്മുടെ മത്സര വിജയം തിരഞ്ഞെടുക്കാം. നമ്മൾ വീണ്ടും ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് വീഡിയോയുടെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പതിവ് പോലെ നമ്മൾ താഴേക്ക് പോയിട്ട് കടമ്പകളൊക്കെ കടന്ന് അടുത്ത നമ്മുടെ വിജയിലേക്ക് എത്തുകയാണ്.
ടോട്ടൽ നമ്പർ ഓഫ് കമൻറ്റ്സ് 74 ആണ്. 74 കമൻറ്റ്സാണ് നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അലീന ടോം 4759 എന്നുള്ള ഒരു ഐഡിയിൽ നിന്നുമാണ്. ശരിക്കും എനിക്ക് ഈ ഐഡിയും അത്ര ഫെമിലിയർ അല്ല. ചിലപ്പോൾ എനിക്ക് പേരറിയാവുന്ന ആളായിരിക്കും, നല്ല പരിചയമുള്ള ആളായിരിക്കും, പക്ഷേ എനിക്ക് യൂട്യൂബ് ഐഡി എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അലീന ടോം എന്ന ഐഡിക്കാണ് നമുക്കിപ്പോൾ ഈ ഒരു നമ്മുടെ ഈ വീഡിയോയുടെ കമൻ്റ് ഇടൂ സമ്മാനമായി റോസ് പ്ലാന്റ്സ് നേടൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോയുടെ സമ്മാനാർഹയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. പേരുകൊണ്ട് അതൊരു എന്താണ് ജെൻസ് അല്ല, ലേഡീസാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അലീന ടോം ഇട്ടിരിക്കുന്ന കമൻറ്റ് എന്താണെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് ആ കമൻറ്റ്. യുവർ ഡെഡിക്കേഷൻ ടു പ്രൊവൈഡിങ് സച്ച് വൈബ്രൻറ്റ് ആൻഡ് ഹെൽത്തി ബ്ലൂംസ് ഈസ് ട്രൂലി റിമാർക്കബിൾ. Every plant seems to tell a story of care and expertise, and it's clear you have a genuine passion for what you do. Thank you for making the world a more beautiful place, one flowering plant at a time. Your efforts don't just sell plants, they bring joy and a life to so many spaces. Thank you so much. ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ മനസ്സിലാക്കി നമ്മളോടൊപ്പം കൂടെ നിൽക്കുന്ന ഒരുപാട് പേരാണ് മുന്നോട്ട് പോകാനുള്ള നമ്മുടെ ബലം. അവർ മാത്രമാണ് നമുക്ക് വലുത്. ഇതിലെ പല കമൻസും എനിക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പക്ഷേ എല്ലാം ഒന്നും പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അവസരം ഒരുപാട് സമയം അനുവദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ എല്ലാവരെയും എടുത്തു പറയുന്നില്ല. എന്നാൽ ഒരു പ്രോത്സാഹന സമ്മാനം എന്ന നിലയിൽ നമ്മൾ 1-2 പേരെ സെലക്ട് ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതിൻ്റെ കാരണത്താൽ ഞാനൊരു 2 പേരെ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ മനോധർമ്മത്തിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്ത 2 പേരാണ്. അത് നമ്മൾ ആപ്ലിക്കേഷൻ വഴിയല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അതിലേക്ക് പോകാം. ഞാൻ തിരഞ്ഞെടുത്ത ആദ്യത്തെ കമൻറ്റ് ഇതാണ്. ഇത് ഷീന എഴുതിയതാണ്. ഹാദിയുടെ കയ്യിൽ നിന്നും ഞാൻ 3 ടൈംസ് കോംബോ പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ട്. 2-3 പ്ലാന്റ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം പിടിച്ചു കിട്ടി. നല്ല പ്ലാന്റ്സാണ്. ഇതൊക്കെ നമുക്ക് എല്ലാ കമൻസിലും ഇതുപോലെ കുറേ പോസിറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. പക്ഷേ ഞാൻ ഷീനയുടെ കമൻറ്റ് തിരഞ്ഞെടുത്തത് ഇതൊന്നും കൊണ്ടല്ല. ഷീന എൻ്റെ എല്ലാ വീഡിയോസിലും സ്ഥിരം കമൻ്റ് ഇടുന്ന ഒരാളാണ്. രണ്ടാമതായിട്ട് പ്രോത്സാഹന സമ്മാനം എന്ന നിലയിൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന കമൻറ്റ് ലീന ജോബി എന്ന ഐഡിയിൽ നിന്നും വരുന്ന എനിക്ക് അറിയാവുന്ന ആൾ തന്നെയാണ്. ഷീനയും എനിക്കറിയാവുന്ന ആൾ തന്നെയാണ്. ഇത് ലീന ചേച്ചിയാണ് എഴുതിയിരിക്കുന്നത്.
ഓർഡർ ചെയ്തത് ആർട്ട് ആൻഡ് എഫേർട്സിൽ നിന്നാണെങ്കിൽ പിന്നെ യാതൊരു ടെൻഷനുമില്ല. എപ്പോൾ വരുമെന്ന് ചോദിച്ചിരിക്കണ്ട. അത് ഞാൻ എല്ലാ പേരോടുമായിട്ട് പിന്നെയും പിന്നെയും പറയുന്നൊരു സംഗതിയാണ്. നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് ആ ഒരു ചാറ്റ് ബോക്സ് അങ്ങനെ തന്നെ നിലനിർത്തുക. അതിൽ വീണ്ടും വീണ്ടും മെസ്സേജുകൾ ഇട്ട് അതിനെ പൊക്കി പൊക്കി ഏറ്റവും മേളിൽ കൊണ്ടുപോകരുത് എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഈ വീഡിയോയിലും പറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കമൻറ്റാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, അതിനകത്തൊരു വിശ്വാസ്യതയുണ്ട്, അതിനകത്തൊരു ഉറപ്പുണ്ട്. ആ ഒരു ഉറപ്പും വിശ്വാസവും എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സിന്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനൊരു തെളിവാണ് ആ ഒരു മെസ്സേജ്. അപ്പോൾ ഞാനത് രണ്ടാമതായി അതിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അടുത്ത കമൻറ്റ് വായിക്കുക തന്നെ വേണം. അത് ഡെനിസ് ഫ്രാൻസിസ് 8415 എന്ന ഐഡിയിൽ നിന്നും എഴുതിയിരിക്കുന്നതാണ്. എനിക്ക് ആ പേര് നല്ല പരിചയമുണ്ട്. എനിക്കറിയാവുന്ന ആൾ തന്നെയാണ്, എനിക്ക് ഫെമിലിയറാണ്. പക്ഷേ കമൻറ്റ് ഞാൻ വായിക്കാം. ഞാൻ 23 വർഷമായി ഗാർഡനിങ് ചെയ്യുന്ന ആളാണ്. ഇനി ബാക്കി അങ്ങോട്ട് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും വായിക്കാം. എല്ലാ ചെടികളും തന്നെ എനിക്ക് പിടിച്ച് കിട്ടാറുണ്ട്. പക്ഷേ റോസ് പ്ലാന്റ് മാത്രം പല നഴ്സറികളിൽ നിന്നും വാങ്ങി വെച്ചിട്ട് ഉണങ്ങിപ്പോയി. ഹാദിയയുടെ വീഡിയോ കണ്ട് ഒരു വർഷം മുമ്പ് 5 പ്ലാന്റ്സ് കോംബോ വാങ്ങി ഹാദിയ പറഞ്ഞതുപോലെ വെച്ചു. അതുപോലെ കെയർ ചെയ്തു, നന്നായി പോയിട്ട്. ഓക്കെ, അതെല്ലാം ശരിയാണ്. ഇതുപോലെ ഒരുപാട് പേർ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, എനിക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ള, എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് തവണയെങ്കിലും പ്ലാൻസ് വാങ്ങിയിട്ടുള്ള ഒരാൾ തന്നെയാണിത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ഒരു ഐഡിയയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഞാൻ സമ്മാനം നൽകുകയല്ല. ഈ ഒരു കമൻറ്റ് 23 വർഷമായിട്ട് ഗാർഡനിങ് ചെയ്യുന്ന ഒരാൾ ഇന്നലെ മാത്രം ഈ ഒരു ഫീൽഡിലേക്ക് വന്ന എൻ്റെ വീഡിയോയിൽ ഇട്ട ഈ ഒരു കമൻറ്റ് എനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമാണ്. ഞാൻ എൻ്റെ കുഞ്ഞിലേ തൊട്ട് ചെടി വളർത്തുന്നത് തുടങ്ങിയ ആളല്ല. ഞാൻ എൻ്റെ രണ്ടാമത്തെ മോളെ പ്രസവിച്ച് കഴിഞ്ഞ ശേഷം എനിക്ക് ഉണ്ടായ ഒരു ചെറിയ ഗ്യാപ്പിൽ ഞാൻ ചെടികൾ വളർത്തി തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ. അടുത്ത മോളുണ്ടായതിന് ശേഷം ഞാൻ ഈ ഒരു ഏരിയ വിട്ട്, എനിക്ക് അതൊരു മടുപ്പും വെറുപ്പും തോന്നിയിട്ട് വിട്ടുപോയിട്ട് വീണ്ടും പുതിയ വീട്ടിലേക്ക് താമസമായതിന് ശേഷം ഇവിടെ പൂക്കൾ വിരിയുന്നുണ്ട് എന്ന് കണ്ടതിന് ശേഷം മാത്രം ഈ ഫീൽഡിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. 23 വർഷമായിട്ട് ഗാർഡനിങ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. അത് എൻ്റെ അമ്മയോ അല്ലെങ്കിൽ അമ്മയുടെ അമ്മയോ ഒക്കെ ചെയ്യുന്നത് പോലെ അത്രയും ഒരു വലിയ അംഗീകാരം തന്നെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കമൻറ്റ് വഴി കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മൂന്നാമത്തതായി ഒരു പ്രോത്സാഹന സമ്മാനം എന്നുള്ള രീതിയിൽ ആ ഒരു കമൻറ്റാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരാളെ പ്രത്യേകമായി ആദരിക്കാനുണ്ട്. അത് നമ്മുടെ ആർട്ട് ആൻഡ് എഫേർട്സ് വാട്സാപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു അംഗീകാരമാണ്. ആ ആൾ കമൻ്റ് ഇട്ടിട്ടോ മത്സര വീഡിയോയിൽ പങ്കെടുത്തിട്ടോ ഉള്ള ഒരു അംഗീകാരം അല്ല ഇത്. പ്ലാന്റ് പർച്ചേസുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തേക്ക് യാത്രയിലും തിരക്കിലും ആയിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ്, ആർട്ട് ആൻഡ് എഫേർട്സിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അത് മറ്റാരുമല്ല, നമ്മുടെ രാഹുലാണ്. രാഹുൽ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് വളരെ പരിചിതനാണ്. ഞാൻ മാറി നിന്ന ആ 2 ദിവസം ഞാൻ നോക്കുന്നതിലും വളരെ നന്നായി ഗ്രൂപ്പ് നോക്കുകയും അവിടെ ചെയ്യേണ്ട ഓരോ കുഞ്ഞു കാര്യങ്ങൾ പോലും വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുകയും ചെയ്തതിന് ഞാൻ ഒരുപാട് രാഹുലിനോട് കടപ്പെട്ടിരിക്കുന്നു. അതിനേക്കാളെല്ലാം ഉപരി IT മേഖലയിൽ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് അവേഴ്സിനിടയിൽ ഗ്രൂപ്പിൽ ആദ്യം മുതൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് രാഹുൽ. ഒരു ഒരു സംശയം പോലും ഗ്രൂപ്പിൽ വന്നാൽ അതിൻ്റേതായ ബഹുമാനത്തിലെടുത്ത് ഒരുപാട് പഠിച്ച് മനസ്സിലാക്കി വിശദമായ മറുപടി കൊടുക്കുന്ന രാഹുലിനോട് ആ ഒരു കാര്യത്തിലും ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഒരു അംഗീകാരം എന്ന നിലയിൽ രാഹുലിനൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അത് ഈ ഒരു വീഡിയോയിൽ കൂടി അനൗൺസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ചടങ്ങ് കൂടിയാണ് ഇപ്പോൾ നടന്നത്. അപ്പോൾ 2 ദിവസത്തേക്ക് അഡ്മിനായ രാഹുൽ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൻ്റെ അഡ്മിനായി തന്നെ തുടരുകയാണ്. പലപ്പോഴും പലരുടെയും ചോദ്യങ്ങൾക്കും രാഹുൽ വളരെ പഠിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ വിശദമായി മറുപടി കൊടുക്കുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഞാൻ ചെയ്യേണ്ട കാര്യമാണ് ശരിക്കും രാഹുൽ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ആശ്വാസമാണ് രാഹുൽ ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ താങ്ക് യു രാഹുൽ. ഈ ഒരു അവസരത്തിൽ തന്നോടുള്ള നന്ദി പറയാൻ കൂടി ഞാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ്. നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇട്ട്, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതൊരു മത്സര ഇനമായി കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ആൾക്കാർ പങ്കെടുത്തിട്ടില്ലാത്തതിനാൽ നമ്മളതിനെ ഒരു മത്സര ഇനമായി കരുതുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്നും തിരഞ്ഞെടുക്കാനൊന്നുമില്ല തോന്നുന്നു. പിന്നെയുള്ളത് ഒരു അനൗൺസ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു 3 പേർക്ക്, അതായത് പ്ലാൻസ് ഇതുവരെ എന്നോട് വാങ്ങിച്ചിട്ടില്ലാത്തവർക്കാണ്, തീരെ നിവൃത്തിയില്ലാത്തവർക്ക്, അതായത്
വീട്ടിൽ പ്രശ്നമുള്ളവരല്ല, വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ പ്ലാന്റ്സ് വാങ്ങിക്കാൻ പൈസ ഇതുവരെ ഇല്ലാതിരുന്നിട്ട് ഇതുവരെ എന്നോട് പ്ലാന്റ്സ് വാങ്ങിക്കാത്ത ഒരു 3 പേർക്ക് CC മാത്രം തന്നാൽ മതി, പ്ലാന്റ്സ് ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. ആ 3 പേരെ നമ്മൾക്കിനി തിരഞ്ഞെടുക്കേണ്ടതുണ്ട്, കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ തവണ പങ്കെടുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചിട്ടുള്ളവരോ ആകരുത് എന്നൊരു ഓപ്ഷൻ കൂടി അതിനകത്തുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാം, അതെല്ലാം ചെയ്യാം. ഇനി നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കപ്പെട്ട 3 വിജയികളും അതുപോലെ 3 പേര് നമ്മൾ പ്രോത്സാഹന സമ്മാനാർഹരായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള 3 പേരും നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ എനിക്ക് പേഴ്സണലി നിങ്ങളെല്ലാ പേരും എനിക്ക് കമൻറ്റ് ചെയ്യണം. എനിക്ക് അറിയുന്നവരും അറിയാത്തവരും ഉണ്ട്. ഇനി നമുക്ക് ഗിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ 3 വീഡിയോസിൽ നിന്നും തിരഞ്ഞെടുത്ത 3 മെയിൻ സമ്മാനാർഹർക്കും നമ്മൾ ഗിഫ്റ്റ് പ്രത്യേകമായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അവർക്ക് പർച്ചേസ് ഉണ്ടെങ്കിൽ ഓക്കെ, അതിൽ വെച്ച് കൊടുക്കാം. പർച്ചേസ് ഇല്ലാത്ത പക്ഷം നമ്മളല്ലാതെ സെപ്പറേറ്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. പ്രോത്സാഹന സമ്മാനാർഹമായി തിരഞ്ഞെടുക്കുന്നവർക്ക് ഉള്ളത് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് അവരുടെ നെക്സ്റ്റ് പർച്ചേസിലായിരിക്കും. പിന്നീട് ഉള്ളത് രാഹുലിനുള്ളത് നമ്മളത് അതേപോലെ തന്നെ അല്ലാതെ അയച്ചു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു പ്ലാന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സെറ്റ് പ്ലാന്റ്സ് ആയിരിക്കാം, ഒന്നോ അതിലധികമോ ആയിരിക്കാം. അതൊക്കെ നമ്മുടെ സാഹചര്യങ്ങൾ പോലെയാണ് നമ്മൾ ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പൂക്കൾ ഇഷ്ടപ്പെടുന്നവർ നല്ല മനസ്സുള്ളവരാണെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കുന്നതിലും സഹകരിക്കുന്നതിലും സമയം കണ്ടെത്തുന്നത് എന്നെ ഇഷ്ടപ്പെടുന്നവരിലും അധികം പൂക്കൾ ഇഷ്ടപ്പെടുന്നവരെയാണ്. ഒരു കുഞ്ഞിൻ്റെ കളങ്കമില്ലാത്ത പുഞ്ചിരിക്കും വിടർന്നു നിൽക്കുന്ന ഒരു പൂവിൻ്റെ ഭംഗിക്കും പകരം വയ്ക്കാൻ ഈ ലോകത്ത് മറ്റൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത നിലയ്ക്ക് എന്നും നിങ്ങൾക്ക് വേണ്ടി പൂക്കൾ തേടിയും അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിൽ സത്യസന്ധതയോടെ മുന്നോട്ട് പോകാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നൽകുന്ന ആത്മാർത്ഥതയ്ക്ക് തിരിച്ച് ഒരു കുട്ട പൂക്കൾ വിരിയിച്ച് അത് എന്നെ കാണിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.